ഇന്ന് ജൂൺ 3 2025 ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് 2 ദിവസമായിരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ഓൾറെഡി ഓൺ ദ മൂവ്. ട്രാൻസ്ഫർ വിൻഡോയിലെ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് സൈനിങ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇന്ന് രാവിലെ ഡേവിഡ് ഓൾസിന് ഒരു മേജർ സൈനിങ്ങിന്റെ കാര്യവും പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റാസ്മസ് ഹോയ്ലൻഡിന്റെ ട്രാൻസ്ഫർ റൂമേഴ്സും സ്ട്രോങ് ആണ്. എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സംഭവിക്കുന്നത്? ഇത്ര അർജന്റായിട്ട് ആക്ഷൻ എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത് വെറും കണ്ണിൽ പൊടിയിടുന്ന മാനേജ്മെന്റ് അടുത്ത നമ്പറാണ്. ലെറ്റ്സ് ടേക്ക് എ ക്ലോസർ ലുക്ക് ഇൻടു വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാത്യൂസ് കുഞ്ഞ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഹിയർ വി ഗോ. ഈ ഒരു സൈനിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അനൗൺസ് ചെയ്തപ്പോൾ മൈൻഡിൽ വന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കളിക്കും, ഞാനില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്തൊരു സിറ്റുവേഷൻ ആണ്. എന്ത് ചെയ്താലും ഒരു മെനയാണുള്ള സജ്ജി എന്നൊക്കെ പറയില്ല, ആ ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞാൽ. എന്നാലും എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ഗോക്രസും ഒസിമനൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എന്തായാലും അമോറിമിന് ഇനിയോസിന്റെ അണ്ടറിൽ ഫസ്റ്റ് സൈനിങ് ആണ് മാത്യൂസ് കുഞ്ഞ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ട്രാൻസ്ഫർ നോക്കിയാൽ പല ദുരന്തങ്ങൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെൻഹാഗിന്റെ അണ്ടറിലാണെങ്കിലും ഒന്നും പറയാനില്ല. ഒനാന ആണെങ്കിലും ആന്റണി ആണെങ്കിലും ഹോയ്ലൻഡ് ആണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരല്ലാണ്ടും വേറെ ഒരുപാട് ട്രാൻസ്ഫർ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായിട്ട്. എന്തായാലും ഈ ഒരു പ്ലെയറിന്റെ മാത്യൂസ് കുനിയുടെ പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് വോൾഫിൽ കളിക്കുന്നുണ്ട്. 23-24 സീസണിൽ വോൾഫിലെ ടോപ്പ് സ്കോറർ ആയിരുന്നു. ഈ സീസൺ നോക്കിയാലും 15 ഗോളും 6 അസിസ്റ്റും പ്രീമിയർ ലീഗിൽ പ്രൊവൈഡ് ചെയ്ത ഒരു പ്ലെയർ ആണ് മാത്യൂസ് കുഞ്ഞ. നമ്മൾ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് ജസ്റ്റ് കൂടുതലൊന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഈ ഒരു പ്ലെയറിന്റെ സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും വൂൾസിന്റെ കളി കാണുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെയാണ് ഈ പ്ലെയർ കളിക്കുന്നത്. ഈ പ്ലെയറിന്റെ ഒരു വർക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂടുതലാണ്. നമ്മൾ എപ്പോൾ മാച്ച് വെച്ചാൽ ഇപ്പൊ ചെൽസിക്കെതിരെ ആണെങ്കിലും പേഴ്സിനെതിരെ ആണെങ്കിലും ഈ പുള്ളി ഗോൾ അടിച്ചിട്ടൊക്കെയാണ് കണ്ടത്. അപ്പം മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഈ ഒരു നമ്മൾ ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് വന്നില്ലെങ്കിലും ആ ഒരു പോസിറ്റീവ് സൈഡ്, ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ആ വർക്ക് റേറ്റ് ഒക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. കഴിഞ്ഞ സീസണിൽ അമാദാണെങ്കിലും ഒരുപാട് ടൈം ഇൻജേർഡ് ആയിരുന്നു. ഇനി അടുത്ത വർഷം അങ്ങനെ പറ്റാണ്ടിരിക്കണം. പറ്റിയാലും നമുക്ക് പ്ലേയേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഗാർനാച്ചോ നോക്കുകയാണെങ്കിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഗോൾസ് കുറവായിരുന്നു. ഇനി അടുത്ത വർഷം നോക്കേ വേണ്ട, ടീമിൽ നിന്ന് മാറിക്കോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ അമോറിം ബാക്കി പ്ലേയേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. ഹോയ്ലൻഡ് ആണെങ്കിലും ഗോൾ സ്കോറിങ് ഭയങ്കര കുറവാണ്. അപ്പൊ അതും കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കുനിയനെ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്ലെയറിനെ കുറിച്ച് ഞാൻ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞത് വൂൾഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലെയറിന് നമ്പർ 10 ജേഴ്സി കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ്. 6 ഫീറ്റ് ടോൾ ആണ് ഈ ഒരു പ്ലെയർ. അപ്പോൾ ഒരു ഫിസിക്കുള്ള പ്ലെയർ ആണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയറിന് കുറച്ച് ബ്രൂണോന്റെയും കുറച്ച് ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറോ ബോൾ ട്രൈ ചെയ്യുക, ഡി ബോക്സിന്റെ പുറത്തുനിന്ന് അടിക്കുക, കോർണറിൽ നിന്ന് 0 ഡിഗ്രി അടിച്ച് കയറ്റുക, അങ്ങനത്തെ ഗോളൊക്കെ നമുക്ക് ഈ പ്ലെയറിന്റെ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. നല്ല രസമാണ് ആ ഒരു പ്ലേയിങ് സ്റ്റൈലും. പക്ഷെ ഇതുകൊണ്ടൊന്നും ആയിരിക്കില്ല അമോറിം ഈ ഒരു പ്ലെയറിനെ ടീമിലോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു പ്ലെയറിനെ മെയിനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആസ്പെക്ട് എന്ന് വെച്ചാൽ പല പൊസിഷൻസ് ഈ ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റും. വേണമെങ്കിൽ ബ്രൂണോ കഴിഞ്ഞ സീസണിലെ എല്ലാ മാച്ചസും കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണോ അല്ലാണ്ടോ ബ്രൂണോന്റെ കൺസിസ്റ്റൻസി എഫക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാച്ചും നല്ല രീതിയിലല്ല ബ്രൂണോ പെർഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫൈനലിലൊക്കെ നമ്മൾ കണ്ടതാണ് ടോട്ടനമായിട്ട്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ബ്രൂണോന് സീസണിന്റെ ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ വേണമെങ്കിൽ റിപ്ലേസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒപ്പം കളിക്കാനോ ഈ ഒരു പ്ലെയറിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അമോറിമിന് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനും ബെറ്റർ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഈ പ്ലെയർ ഒരു ഫോർവേഡ് പ്ലേയിങ് പ്ലെയർ ആണ്. അമോറിം ടാക്ടിക്സ് അനുസരിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. എപ്പോഴും മുന്നോട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമുക്ക് മിഡ്ഫീൽഡിൽ ഇല്ലാത്തൊരു പ്രശ്നം ഈ ഒരു പ്ലെയർ സോൾവ് ചെയ്യും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയർ പ്രീമിയർ ലീഗ് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രിബിളിംഗ് പ്ലെയേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഡ്രിബിൾ ചെയ്യുന്ന പ്ലെയേഴ്സിൽ ഒരാളും കൂടിയാണ്. പുള്ളിയുടെ ഒരു ആസ്പെക്റ്റ് ആണ്. പുള്ളി അത് എൻജോയ് ചെയ്ത് കളിക്കുന്നത് നമുക്ക്
കാണാൻ പറ്റും. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി അത് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് വരാം. ഇപ്പൊ നമ്മുടെ ടീമിൽ കോബി മെയിന് മാത്രമാണ് അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡിൽ ഡ്രിബിൾ ചെയ്യുന്ന ഒരു പ്ലെയർ. ബ്രൂണോ ആണെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യാറില്ല, കസമേറോ ആണെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യാം, ഉഗാർട്ടി ആണെങ്കിലും അങ്ങനെ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ടൈപ്പ് പ്ലെയർ അല്ല. അപ്പൊ ഇതൊരു എക്സാക്ട് ഫിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ടീമിനെന്ന് പറയുന്നത്. നമ്മൾ ഈ പ്ലെയറിനെ കൊണ്ടുവന്നത് 68 മില്യൺ പൗണ്ടിനാണ്. 5 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. 68 മില്യൺ എന്ന് വെച്ചാൽ യുണൈറ്റഡിന്റെ ഭയങ്കര എമൗണ്ട് ആണ്. കാരണം ഫിനാൻഷ്യലി അത്ര പ്രശ്നത്തിലാണ് യുണൈറ്റഡ് നിൽക്കുന്നത്. റെസ്റ്റോറന്റിന്റെ സ്റ്റാഫിനെ പിരിച്ചുവിടുക, ബിൽബോയില് കളി കാണാനായിട്ട് സ്റ്റാഫിനെ കൊണ്ടുപോകാണ്ടിരിക്കുക, അങ്ങനത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന ടീമാണ് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എത്ര പേരെന്ന് പറഞ്ഞാലും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നാണ് മാനേജ്മെന്റ് പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും സൈനിങ്ങുകൾ നടത്താനുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റിൻ പറഞ്ഞത് എംബിയോമോന് ബ്രെഡ്ഫോർഡിൽ നിന്ന് മേടിക്കാൻ പോകണേണ്, പുള്ളിക്ക് താല്പര്യമുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അതിനെന്തായാലും എമൗണ്ട് വേണ്ടി വരും. അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പൊ ഗോൾസും കാര്യം അതൊരു ഗുഡ് മൂവ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. അത് ഒരു വൈസർ ഡിസിഷനാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു റൂമർ കേൾക്കുന്നത് ഇന്റർ ഹോയ്ലൻഡായിട്ട് സൈൻ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഹോയ്ലൻഡ് ടു ഇന്റർ ഒരു ഗുഡ് മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലോണെങ്കിലും നടക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ പോകുന്ന പ്ലേയേഴ്സ് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അവർ ഇപ്പൊ ആന്റണി പോകണ്ട, ചിലപ്പോൾ തിരിച്ചു വന്ന് പെർഫോം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എങ്ങനെ. എന്നാലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൂണോ സ്റ്റേ ചെയ്യുമെന്നുള്ള റൂമേഴ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാൻജോ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്. ചെൽസി മേടിക്കുന്നില്ല എന്നുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസസും കാണുന്നുണ്ട്. അതൊന്നും അക്കോമഡേറ്റ് ചെയ്യുമെന്ന് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അത് കണ്ട് തന്നെ അറിയണം ഈ ഒരു ട്രാൻസ്ഫർ സാഗയിൽ. എന്തായാലും ചാൻസസ് ഇല്ല സാൻജോയുടെ സ്റ്റേ. അത്രയും ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പ്ലെയർ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കുറച്ച് ചാർമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു പ്ലെയർ ആരുടെ ചോരയാണ്? ദ ഗോട്ട് ആന്റണിയുടെ ചോരയാണ്. ദ ബ്രസീലിയൻ ആണ്. ഈ ഒരു പ്ലെയർ കൊണ്ടുവരാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അത് മറ്റ് പ്ലെയേഴ്സിന് കൊണ്ടുവരാൻ പറ്റാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ആ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സംഭവം ഈ പ്ലെയറിന് കൊണ്ടുവരാൻ സാധിക്കും. ബ്രൂണോ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അതുപോലെ തന്നെ മെഗ്യുവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. കസമീറോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ നമ്മുടെ സ്ട്രൈക്ക് ഫോഴ്സിന് എവിടെയാണ് എക്സ്പീരിയൻസ് ഉള്ളത്? എല്ലാവരും ചെറുപ്പക്കാരാണ്. 20-22 ഏജ് ഒക്കെയാണ് ആ ഒരു പ്ലെയേഴ്സിന് എല്ലാം ഉള്ളത്. പക്ഷെ മെത്തിയസ് കുനിയ വരുമ്പോൾ 26 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പ്ലെയറിന് കൊണ്ടുവരാൻ സാധിക്കും. പല ലീഗുകൾ കളിച്ച എക്സ്പീരിയൻസ് ഈ പ്ലെയറിന് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു പ്ലെയർ വിൻ ചെയ്തൊരു മെഡൽ ഒളിമ്പിക് ഗോൾഡ് മെഡലാണ്. ഈ ഒരു പ്ലെയർ കളിച്ച ക്ലബ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ 2017 സിയോൺ, 2019 ലിപ്സിംഗിൽ കളിച്ചിട്ടുണ്ട്, 2021 അത്ലറ്റിക്കോയിൽ കളിച്ചിട്ടുണ്ട്, 2023 വൂൾഫിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 25 യുണൈറ്റഡിലോട്ടുള്ള ട്രാൻസ്ഫേഴ്സും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ലീഗുകളിൽ കളിച്ച ഒരു എക്സ്പീരിയൻസും ഈ ഒരു പ്ലെയറിന് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ പ്ലെയറിന് ഒരു ഇഞ്ചുറി റെക്കോർഡ് എന്ന് പറയുന്നത് 2024 ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ശരിക്കും പേടിയാവുന്നത്. പ്ലെയേഴ്സിന് ഇഞ്ചുറി നമുക്കറിയാം, പല പ്ലെയേഴ്സിനും എഫക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും യുണൈറ്റഡിൽ വരുമ്പോൾ ഇഞ്ചുറി പറ്റുന്നതാണ് കൂടുതലായിട്ട് കണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാം. ട്രാൻസ്ഫർ വിൻഡോന്റെ ഫസ്റ്റത്തെ ദിവസം തന്നെ നടത്തിയ സൈനിങ് ആണ്. അപ്പൊ എന്തൊരു അർജൻസി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സൈനിങ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയേക്കുന്നത്. ഇത് ശരിക്കും ആ ഒരു മനഃപൂർവ്വം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സീനാണ്. കാരണം അത്രയും ഡിസപ്പോയിന്റ്മെന്റിലായിരുന്നു യുണൈറ്റഡ് ഫാൻ. ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ടോട്ടനമായിട്ടാണ് നമ്മൾ ഫൈനലിൽ തോറ്റേക്കണത്. പ്രീമിയർ ലീഗിൽ ബോട്ടമാണ് ഫിനിഷ് ചെയ്തേക്കണത്. അങ്ങനത്തെ ഒരു ടെറിബിൾ യുണൈറ്റഡ് സിറ്റുവേഷനിലാണ്, എല്ലാവരും ട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് യുണൈറ്റഡ് വന്ന് നിൽക്കുന്നത്. മാനേജ്മെന്റും പ്ലേയേഴ്സും കോച്ചും എല്ലാവരും കൂടി സൃഷ്ടിച്ച ഒരു സീൻ തന്നെയാണ്. ഈ ഒരു ഫസ്റ്റ് ഡേ സൈനിങ് നിങ്ങളെ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കണ്ണി പൊടിയിടണാണ്? അതൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലബ് ഒന്ന് റീബിൽഡ് ചെയ്തൊന്ന് സെറ്റ് ആക്കി എടുക്കണം. അമോറിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഒരു സ്റ്റോം കമ്മിങ് എന്നാണ് പറഞ്ഞത്. പക്ഷെ സെക്കൻഡ് ഇയർ വി ആർ ഗോയിങ് ടു വിൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു വാക്കിനെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കോച്ചിനെ തന്നെ ട്രസ്റ്റ് ചെയ്യണമെന്ന് തന്നെ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. അത്യാവശ്യം ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ നടന്ന് പുള്ളിയുടെ ഒരു രീതിയിൽ
ഈ ടീമിനെ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ ആണ്. നമ്മൾ ഗോ ഫുട്ബോളറിന്റെ ഒരു മെർച്ചൻഡൈസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമായിട്ട് ടീഷർട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബ്രാൻഡ്സിന് വേണ്ടി വീഡിയോസും വെബ്സൈറ്റ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്നെ തന്നെ ബന്ധപ്പെടുക. അപ്പോൾ യു ഗൈസ് ടേക്ക് കെയർ, ബൈ ഫോർ നൗ, സബ്സ്ക്രൈബ് ടു ചാനൽ. താങ്ക് യു ഗൈസ്, ടേക്ക് കെയർ. വൈബ് ഓഫ് ദ ഡേ, വിരാട് കോഹ്ലി കരയിപ്പിച്ച് സീൻ മോനെ. 18 വർഷം നമ്മളൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്, അവരാ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവന്മാര് നമ്മൾ കപ്പടിച്ച് സെറ്റായത്. നമ്മൾ വിശ്വസിക്കുക, എന്തൊക്കെ നടന്നാലും എത്ര പ്രാവശ്യം തോറ്റാലും തിരിച്ചു വരിക. ഇത് ഗെയിം.